പുതിയ നിയമത്തിലും അതുപോലെ തന്നെ നമ്മെ വിളിച്ച് ഒരു പൊതുവിളിയുണ്ട്. അതിനകത്ത് നിർത്താതെ ചിലരെ ദൈവത്തിന് വേണ്ടി വൃതന്മാരാക്കുവാൻ ദൈവം വിളിച്ചു, വളരെ പ്രത്യേകമായി വിളിച്ചു, ശ്രേഷ്ഠമായ ഉന്നതമായ പദവിയിലേക്ക് വിളിച്ചു. അതിനവർ വില മുടക്കി കംപ്ലീറ്റ് എന്ത് സഹിച്ചാലും ഞാൻ വൃതനായി ജീവിക്കുമെന്ന് തീരുമാനിച്ച് പൂർണ്ണ ഗൗരവത്തോടെ ആ വിളിയെ അംഗീകരിച്ച് വില മുടക്കിയവരുണ്ട്. അവരെയാണ് ഞാൻ വൃതന്മാർ എന്ന് വിളിക്കുന്നത്. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. വൃതന്മാരെ, നിങ്ങൾ നേരത്തെ തന്നെ വില കൊടുത്തു വന്നവരാ. നിങ്ങളെ എന്നും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് എൻ്റെ ആത്മാവ് എന്നെ എന്നും ശോധന ചെയ്യും. ഇന്നടത്ത് കറക്ഷനുണ്ട്, ഇന്നടത്ത് കറക്ഷനുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. അതിനനുസരിച്ച് നാം മുന്നോട്ട് പോയേ മതിയാകെയുള്ളൂ. അവർ ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നും തളിക്കപ്പെടുന്നവരാണ്. അന്നന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള വിശുദ്ധീകരണം ഏറ്റെടുക്കുവാൻ ഒരു വൃതൻ വരെ കടപ്പെട്ടവരാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേലിരിക്കട്ടെ. വൃതന്മാരുടെ ചില പ്രത്യേക പദവികൾ തൊടാൻ പോവുക. ഇത് കഴിഞ്ഞ ആഴ്ച തൊട്ടതല്ല. വൃതന്മാരുടെ ചില പ്രത്യേക പദവികൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 18:7 ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായ ആരും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? സാധാരണക്കാരനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നതിന് മുന്നമേ മുൻഗണന വൃതന്മാർക്കുണ്ട്. ഈ പദം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വൃതന്മാർക്ക് ഒരു മുൻഗണനയുണ്ട്. ദൈവം എല്ലാവരെയും രക്ഷിക്കണമെങ്കിൽ പ്രതിക്രിയ നടത്തണമെങ്കിൽ എന്നെ ഒരാൾ വന്ന് ഉപദ്രവിക്കുകയാണ്, അതിന് ദൈവം ഒരു പ്രതിക്രിയ നടത്തണം. എന്നെ ഉപദ്രവിക്കുന്ന ഉപദ്രവവാശിയെ ഒന്ന് പിടിച്ചു മാറ്റണം. പക്ഷെ ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് ശത്രുവിനോട് പോലും ദയ കാണിക്കും. അങ്ങനെ എളുപ്പമൊന്നും ആരും ഒന്നും ചെയ്യത്തില്ല. ഇസ്രയേലിന് വേണ്ടി രാജ്യം കൊടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം നിൻ്റെ സന്തതിക്ക് കൊടുക്കുക. പക്ഷേ ഇമ്മീഡിയറ്റ്ലി കൊടുക്കത്തില്ല, ഒരു 400 വർഷം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ. അതിൻ്റെ കാരണം അമോര്യരുടെ ആകൃത്യം ഇതുവരെ തികഞ്ഞിട്ടില്ല. അമോര്യരുന്ന ദേശത്ത് പാർക്കുകയാണ്, അവരാകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആകൃത്യം തികയുന്നത് വരെ ഞാൻ അവരെ തള്ളത്തില്ല. അത് കഴിഞ്ഞാൽ നിൻ്റെ ദിനത്തെ അവിടെ അയക്കും. പലതിൻ്റെയും ആകൃത്യം തികയുവാൻ ദൈവം അവസരം കൊടുക്കും, ദീർഘക്ഷമയോടെ കാത്തിരിക്കും ആകൃത്യം കളഞ്ഞു വരുവാൻ. എന്നാൽ വൃതന്മാരുടെ കാര്യത്തിൽ അല്പം കൂടെ ഫാസ്റ്റായിരിക്കും. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരല്പം കൂടെ ഫാസ്റ്റായിരിക്കും. അത്രയും മാത്രം പറഞ്ഞ് നിർത്തുവാൻ ഞാൻ ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 8:30